ഹലോ ഗായ്സ്, ഞാൻ വീണ്ടും വന്ന് ഞാൻ ഖുറാനി പാർക്കിൽ പോവാൻ വിചാരിച്ച്, പക്ഷെ ആയില്ല. അപ്പം ഇന്ന് എനിക്ക് പോവാനായി. എത്ര നല്ല ഫ്ലവേഴ്സാണ്, നോക്കി, നല്ല ഭംഗിയുണ്ടല്ലേ. ഇതാണ് ഇതിൻ്റെ ഖുറാനി പാർക്കിൻ്റെ ഒരു ചിത്രം. ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അവിടെ നല്ല രസമുണ്ട്, എല്ലാവരും വന്ന് നോക്കണേ. ഇതാണ് അതിൻ്റെ ഫോട്ടോ. അപ്പോൾ സൈഡിലൊക്കെ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ ലീഫ് അങ്ങനെയൊക്കെ, പക്ഷെ ആരും പൊട്ടിക്കാൻ നോക്കരുത്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ മാപ്പൊക്കെ ഉണ്ട്, നമ്മളിപ്പോൾ പോകേണ്ട മാപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. ഞാൻ വരുമ്പോൾ ഒരു പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള ടിക്കറ്റും എടുത്ത് ഞങ്ങൾ ആദ്യ സ്ഥലത്ത് പോയപ്പോൾ അവിടെ ക്ലോസ് ആയത് എന്താന്ന് പറഞ്ഞപ്പോൾ പപ്പനോട് ആ സെക്രട്ടറിനോട് ചോദിച്ചപ്പോൾ അതിൻ്റെ ലേറ്റ് വർക്കാണില്ല. പിന്നെ അതിൻ്റെ ലേറ്റ് വർക്കാകുമ്പോൾ ഞങ്ങൾ പോയേ അതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ വലിയ ഡാർക്കായിരുന്നു, പക്ഷേ നല്ല രസമുണ്ട്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ആടെ ചെറിയ ടി വിയോ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ടി വി ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ അടുത്തൊക്കെ പോവാൻ നോക്കിയപ്പോൾ എനിക്ക് കണ്ണ് കാണാനില്ല. അപ്പം ഇതിനൊക്കെ മനസ്സിലായോ, ഇതാണ് ഗേവ്. ഇത് റോക്ക് കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണ്. ഗേവ് എന്ന് പറഞ്ഞാൽ ഒരു റോക്ക് കൊണ്ടൊക്കെ ഉണ്ടാക്കിയൊരു ഇതാണ്. അതിലത്തെ സ്റ്റോറീസൊക്കെ പറഞ്ഞുതരും. അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോറിയിലേക്ക് പോകണം. അതാണ് മെയിൻ സാധനം. അപ്പോൾ അടുത്ത സ്റ്റോറിയിലേക്ക് പോവുകയാണ് ഞാൻ. അപ്പോൾ ഇതിൽ പറയുന്നത് ഖുർആൻ്റെ അതൊക്കെയാണ്. അപ്പോൾ ഇത് അടുത്ത സ്റ്റോറിയാണ്. ഇതിൽ നമുക്ക് കാണാൻ പോണ അങ്ങനെ തന്നെ സെയിമാണ്, ഒരു സ്റ്റോറിയാണ്. അതിൽ സ്റ്റോറിൻ്റെ ഉള്ളിൽ ഒരു ടി വി ഉണ്ട്, പക്ഷേ ഒരു ടി വിൻ്റെ അത് സെറ്റാക്കിയതാണ്. അതാണ് നമുക്ക് അങ്ങനെ കാണുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വലിയ സൗണ്ടൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഒരു ലേറ്റുള്ള ഒരു സ്ഥലത്തൊക്കെ പോയി. അവിടെ നല്ല റെഡായിരുന്നു. അപ്പം അങ്ങനെ ഒച്ച ഉണ്ടാക്കണ്ടായിരുന്നു. അപ്പോൾ വേറെ ആൾക്കാർ ഒച്ച ഉണ്ടാക്കുമ്പോൾ ഞാൻ തിരിയും. അപ്പോൾ ഒന്നും കാണും, ഓലൊക്കെ മിണ്ടായിരിക്കുക. അങ്ങനെ അതിന് ഈ ഗുവൻ്റെ ഈ കേവിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടത്. പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങാനുള്ള പയ്യും ഒക്കെ. അപ്പോൾ ഞാനൊരു ഇത് കണ്ട്, ഞാൻ വിചാരിച്ചത് അത് റിയലാണ്. അപ്പം ഞാൻ അങ്ങോട്ട് പോയി, പക്ഷെ റിയൽ അല്ല. അപ്പോൾ ഞാൻ പുറത്ത് ഇറങ്ങാനുള്ള രീതിയിലാണ്. പിന്നെ അടുത്ത സ്റ്റോറിയിലൊക്കെ ഞാൻ എത്തി. അങ്ങനെ തന്നെ സെയിമാണ് ഇവിടെ അല്ലേ, നമുക്ക് സെയിം തന്നെ. പക്ഷെ നല്ല സ്റ്റോറീസൊക്കെ കഴിഞ്ഞ നല്ല രസമുള്ള സ്റ്റോറീസ്. അപ്പം അമ്മയും പപ്പയും ഈ സ്റ്റോറി ഞാൻ പറഞ്ഞത്, ആ സ്റ്റോറിയാണ് ഇപ്പോൾ ഈ ടി വിയിൽ കാണിച്ചിരുന്നത്. അപ്പം ഞാൻ കുറച്ച് നേരമൊക്കെ കുത്തിയിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം കുത്തിയിരുന്നപ്പോൾ സ്റ്റോറി പപ്പ എനിക്ക് നല്ലോണം പറഞ്ഞു. അപ്പം എനിക്ക് നല്ല ഇഷ്ടമായി. ആ മൂന്നിൽ 2 പാർട്സാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ അയച്ച് അടുത്ത സ്റ്റോറി വരുന്നതാണ്. അപ്പം 3 ഒരു സൈഡ് പാർട്സാക്കി മാറ്റിയത്, ഒരു സൈഡ് നല്ല അടുത്ത് നിൽക്കാൻ. അതാണിപ്പോൾ ഇത് കാണുന്നത്. അപ്പോൾ
കുറേ സ്റ്റോറീസ് ഉണ്ടായിരുന്നു. ക്യാമലൊക്കെ നടുക്കുക, എന്നിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ ആക്കുക. പക്ഷെ ഇത് സ്റ്റോറിയാണ്, ഭയങ്കര രസമുള്ള സ്റ്റോറിയൊക്കെ എനിക്കിഷ്ടമായി. അപ്പം ഈ ഗുഹത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങിയതാണ്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങിയതുകൊണ്ടാണ് ഇത്രയ്ക്ക് നല്ല ക്ലൈമറ്റ്. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു, കുട്ടികൾ കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സെൻറ്ററിൽ ഒരു വാട്ടറും ഇതും ഉണ്ടായിരുന്നു. ഒരു ബ്രിഡ്ജിൻ്റെ ആദ്യം വാട്ടർ ഉണ്ടായിരുന്നു. വാട്ടർ സൈഡിൽ രണ്ട് സൈഡിലും ഉണ്ടായിരുന്നു. ഒരു ബ്രിഡ്ജിൻ്റെ ആദ്യം നടക്കാനുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ സെൻറ്ററിൽ കൂടി നടക്കുമ്പോഴാണ് എല്ലാ സ്ഥലത്തൊക്കെ നോക്കി. എൻ്റെ പപ്പ ഇതിൻ്റെ കഥയൊക്കെ പറഞ്ഞു. ഞാനും പപ്പയും കൈ പിടിച്ച് പോയി. അപ്പോൾ ഇതാണ് ഒരു പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലം. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറി. അവിടെ കുറേ വെജിറ്റബിൾസിൻ്റെ ഇലകളുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെടിയിൽ പംകിൻ എന്ന് പറഞ്ഞ ചെടിയുണ്ട്. അതിൽ സോറി ബൈ. ഞാൻ പിന്നെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നേ. അപ്പം അതിലൊക്കെ ഞാൻ കയറി. എനിക്ക് ഏറ്റവും ടോപ്പൊക്കെ പോകേണ്ടത്. അപ്പം അങ്ങനെ പോയി. അപ്പോൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടാണ് ഇങ്ങനെ നോക്കിയപ്പോൾ പിന്നെ താഴെ ഇറങ്ങി. എന്നിട്ട് താഴെ നോക്കുന്നു. അവിടെ മെച്ച് വാഴ അത് അങ്ങനത്തെ ഒക്കെ ചെടികൾ ഉണ്ടായിരുന്നു. പംകിന് അവിടെ പംകിന് ഒന്ന് വന്ന്. എന്നിട്ട് നൈറ്റ് ടൈം ആയപ്പോൾ ഒരു ലേറ്റൊക്കെ ഇട്ട്. അപ്പം ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഖുറാനി പാർക്കത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.